തീവ്രവാദി നേതാക്കളെ ഇങ്ങനെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? NIA വരുന്നുണ്ട് എന്നാണ് കേട്ടത്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാലക്കാട്ട് ഈ തീവ്രവാദി നേതാക്കളായിട്ടുള്ള യഹ്യ സിൻവറിനെയും അതോടൊപ്പം തന്നെ ഹസൻ നസറുള്ളയെയും ആനപ്പുറത്ത് ഏറ്റി ആരാധിക്കുകയാണ് ഒരു വലിയ യുവാക്കളുടെ കൂട്ടം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അത് ഈ തീവ്രവാദികളെ ആരാധിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നാടായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം കുറച്ച് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് യഹ്യ സിൻവറിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ഓട്ടോയുടെ പുറകിൽ യഹ്യ സിൻവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആലുവയിലായിരുന്നു. അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് അതിൽ എന്ത് നടപടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു നടപടി ഉണ്ടായില്ല എന്നതാണ് സത്യം. ഈ ഗവൺമെൻറ് അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ഈ തീവ്രവാദി സ്നേഹികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഹമാസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള യഹ്യ സിൻവറും അതുപോലെ തന്നെ ഇസ്മയിൽ ഹനിയയുടെയും ഫോട്ടോ ആനപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഈ തൃത്താലയിലെ ഒരു പള്ളി ഉറൂസ് നടക്കുകയാണ്. അതെ, പള്ളി ഉറൂസ് എന്ന് പറയുന്ന അവിടുത്തെ നേർച്ച, പള്ളി നേർച്ചയാണ്. അത് ഉറൂസ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പള്ളി ഉറൂസ് നടക്കുന്ന സമയത്ത് അത് വലിയ ആഘോഷമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നത് പോലെ അവിടെ ആ തൃത്താലയിലെ എല്ലാ മതവിഭാഗത്തിലെ ജനങ്ങളും ഉൾപ്പെട്ടുകൊണ്ടാണ് അവിടെ ആ തൃത്താല ഉറൂസിൽ അവർ പങ്കെടുക്കും. അങ്ങനെ ആ തൃത്താല ഉറൂസുമായി ബന്ധപ്പെട്ട് അവിടെ ഈ ആനകളെ കൊണ്ടുവന്നിട്ട് എഴുന്നള്ളിച്ചിട്ടാണ് ഈ ഉറൂസ് നടത്താറുള്ളത്. പക്ഷേ ആനപ്പുറത്ത് സാധാരണ ഈ അമ്പലങ്ങളിൽ തിടമ്പാണെങ്കിൽ ഈ ഉറൂസിന് തിടമ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റം വന്നു. ഇത്തവണ ഉറൂസിന് ആനപ്പുറത്ത് തിടമ്പുണ്ടായിരുന്നു. തിടമ്പ് എന്ന് ഞാൻ പറയുന്നത് ഒരു സാങ്കല്പ്യമായിട്ടാണ്. തിടമ്പിന് പകരം അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന യഹ്യ സിൻവറിൻ്റെയും ഹസൻ നസറുള്ളയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്മയിൽ ഹനിയയുടെയും ഫോട്ടോ ആയിരുന്നു. ഈ ഇസ്മയിൽ ഹനിയയും യഹ്യ സിൻവറും ഈ പറയുന്ന പോലെ എന്താണ് ഹമാസിൻ്റെ തീവ്രവാദ നേതാക്കന്മാരാണ്. നമുക്കറിയാമല്ലോ യഹ്യ സിൻവറിൻ്റെ യഹ്യ സിൻവറിനെ പിന്നെ വധിക്കാൻ ഇസ്രായേൽ വധിക്കാൻ വന്നപ്പോൾ ഡ്രോണിന് നേരെ വടിയെറിഞ്ഞ ആളാണ് യഹ്യ സിൻവർ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു ചാനൽ അടുപ്പൂട്ടി ചർച്ച നടത്തും പറഞ്ഞത് ആ വടി ഒരു പ്രതിരോധമായിരുന്നു എന്നാണ്. കയ്യിൽ കിട്ടിയ ഒരു വടി എടുത്ത് എറിഞ്ഞതാണ്, കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊരു പ്രതിരോധമാണ് എന്ന് പറഞ്ഞ് പരത്തിയ നാടാണ് ഇത്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹസൻ നസറുള്ള എന്ന് പറയുന്നത് അവിടുത്തെ ഹിസ്ബുള്ളയുടെ നേതാവാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊന്നാണ് ഹിസ്ബുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെയും ഈ യഹ്യ സിൻവറിനെയും ഇസ്മയിൽ ഹനിയെയും ഒക്കെ വലിയ വീരപുരുഷന്മാരായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ഉറൂസ് നടന്നത്. ആ ഉറൂസ് കണ്ടു നിന്ന പല വിധത്തിലുള്ള മതവിഭാഗത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ആളുകളെല്ലാം തന്നെ കാണയാണ് ഇത്തരത്തിലൊരു വീരപരിവേഷം നൽകി ഈ തൃത്താലയിൽ ഇത്തരമൊരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ മാത്രമാണ് ഇത് ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്തത്. മറ്റൊരു ചാനലും ചർച്ച ചെയ്തിട്ടില്ല. ആ ചാനൽ ന്യൂസ് 18 ആണ്. ന്യൂസ് 18 വളരെ ഗൗരവത്തോടെ ഇത് ചർച്ച ചെയ്തു. ജനൻ TV ചർച്ച ചെയ്തിട്ടുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്, ജനൻ TV ഓൾറെഡി ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ന്യൂസ് 18 ഇതെടുത്തിട്ട് പ്രധാനമായിട്ട് ചർച്ച ചെയ്തു. ഈ ഹമാസ് ഭീകരന്മാർ, ഹമാസ് ഫാൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവർ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ചോദിക്കുന്നത് ഞാൻ കേട്ടു, അവിടെ നിങ്ങൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കാസയെപ്പറ്റി പറയുന്നില്ല എന്ന്. അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ RV ബാബു ചോദിക്കുന്നുണ്ട്, കാസ തീവ്രവാദ സംഘടനയാണോ? കാസ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ സംഘടനയാണോ? തീവ്രവാദ സംഘടനയാണെന്ന് ഇന്ത്യയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക ഏജൻസിയോ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രഖ്യാപിക്കാത്ത ഒരു സംഘടനയെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തീവ്രവാദാനുകൂല രാഷ്ട്രീയം. ഇതിൽ MB രാജേഷ് അടക്കം വന്നിരുന്ന പരിപാടിയാണല്ലോ ഇത്. അല്ല, MB രാജേഷ് ഒന്നും നമുക്കറിയില്ല. കാരണം MB രാജേഷ് വന്നിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. കാരണം MB രാജേഷിൻ്റെ മണ്ഡലമാണ് തൃത്താല എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയാണ്, അദ്ദേഹം അവിടുത്തെ മന്ത്രിയാണ്. അവിടെ പിന്നെ എന്താണ് പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്പീക്കറായത്, ഇപ്പം മന്ത്രിയായി സഭയിലിരിക്കുന്നത്. എന്തായാലും ഈ VT ബൽറാം ഉൾപ്പെടെ മുൻ MLA VT ബൽറാം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള നിസ്സംശയം നമുക്ക് പറയാം. കാരണം VT ബൽറാം ഇടയ്ക്കിടയ്ക്ക് മതനിരപേക്ഷ പോസ്റ്റുകൾ അതിഭയങ്കരമായി ഇടുന്ന ഒരാളാണല്ലോ. അദ്ദേഹം ഈ ഹിന്ദു കാഴ്ചപ്പാടിനെതിരായിട്ടുള്ള മതനിരപേക്ഷ പോസ്റ്റുകൾ മാത്രമേ ഇടാറുള്ളൂ. ഇത് ഈ ബൽറാം കണ്ടില്ലേ എന്നുള്ളത് നമുക്ക് കുറച്ച്, അതായത് മണിക്കൂറുകൾ മാത്രമാണല്ലോ. ഇനിയും വരുന്ന മണിക്കൂറുകളിൽ ബൽറാമിൻ്റെ പോസ്റ്റുകൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഈ ഹമാസിൻ്റെ ഇത്രയും ഭീകരന്മാരായിട്ടുള്ള ആളുകളെ പിന്നെ വീരപുരുഷന്മാരായി പിന്നെ ചിത്രീകരിച്ചുകൊണ്ട് അവിടെ നടത്തിയൊരു പരിപാടിക്ക് MB രാജേഷും അതുപോലെ തന്നെ ഈ പിന്നെ ബൽറാമും VT ബൽറാം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ഇതിനെ തടഞ്ഞില്ല എന്ന ചോദ്യമുണ്ട്. ഇവരൊക്കെ മതേതരത്വ നേതാക്കന്മാരാണല്ലോ. ഈ പറയുന്ന
സവർക്കറെ ആക്ഷേപിക്കുന്ന, ഗുരുജി ഗോൾവാക്കറിനെ ആക്ഷേപിക്കുന്ന, മറ്റുള്ള ആളുകളെയൊക്കെ ആക്ഷേപിക്കുന്ന ഇവർ ലോകം തന്നെ തീവ്രവാദികളെന്ന് പ്രഖ്യാപിച്ച ആളുകളെ എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്ന് വലിയ ചോദ്യമല്ലേ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി ഇതിനെതിരെ കൃത്യമായിട്ട് രംഗത്ത് വരിക തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവരുടെ തീവ്രവാദ അനുഭാവിത്വം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് പ്രകടമാകും എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെ അവരാകെ തന്നെ പെട്ടിരിക്കുകയാണ്. പാർത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗോൾവാൾക്കറേയും അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ നേതാക്കളെയൊക്കെ വലിയ തീവ്രവാദികളാണ് എന്ന് വ്യാജേന പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വലിയ സാമർഥ്യവും ഉത്സാഹവുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഹസൻ നസറുള്ളയെ പോലുള്ള കൊടും ഭീകരവാദികൾക്കെതിരെ ഒരു വിരളനക്കാൻ പോലും ഇവിടുത്തെ CPM-ലെ ഒരു നേതാക്കളുടെ നാവ് പോലും പൊന്തുന്നില്ല എന്ന് പറയുന്നത് അതീവ കഷ്ടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതായത് തീവ്രവാദ അനുകൂല മുസ്ലിം തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു ഈറ്റില്ലമായിട്ട് കേരളത്തെ മാറ്റാനുള്ള, കേരളത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളെ മാറ്റാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ വോട്ട് കിട്ടുമെന്ന ധാരണയാൽ രൂപപ്പെടുന്നുണ്ടോ എന്നാണ് നമുക്ക് ശരിക്കും ഇവിടെ അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവരിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് വേണ്ടത്. കാരണം വരും ദിവസങ്ങളിലോ അടുത്ത മണിക്കൂറുകളിലോ ഒരു നേതാവെങ്കിലും ഇതിനെതിരെ പ്രതികരണവുമായിട്ട് വന്നിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ജനരോക്ഷം തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അല്ല, ഇതിൽ പ്രതികരണം മാത്രമല്ല, ഇതിൽ കൃത്യമായി കേസെടുക്കേണ്ട കാര്യമാണിത്. ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണിത്. പക്ഷേ ആലുവയിലെ ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് കേസെടുത്തോ? അല്ല, നടപടി എടുത്തില്ല. അപ്പം അത് വലിയ രീതിയിൽ ചർച്ചയായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ചർച്ചയാവാത്ത കാര്യത്തിന് പുറത്ത് സർക്കാർ ഈ കാര്യത്തിൽ കേസെടുത്ത് കുടുങ്ങാനില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ ഗൗതമേ, നമ്മളിപ്പോൾ ഒരു ഹിന്ദു തീവ്രവാദം നടക്കുന്ന ഒരു സംഘടന, ഇപ്പോൾ ഹിന്ദു പിന്നെ ഈ പറയുന്ന ഒരുപാട് ഹിന്ദു തീവ്ര സംഘടനകളുണ്ട്. നമ്മുടെ ഈ ഹിന്ദു മഹാസഭ പോലുള്ള സംഘടനകളുണ്ട്. ഇതൊന്നും RSS-ഉമായിട്ട് ബന്ധമുള്ള സംഘടനകളൊന്നുമല്ല. കൊടും ഹിന്ദു തീവ്രവാദമാണ്. ഈ ഹിന്ദു തീവ്രവാദത്തെ ഞാനോ ഗൗതം അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. നിരോധിക്കണം അവന്മാരെയൊക്കെ. ഈ ആളുകളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ പിന്നെ പറയുന്ന ആളുകൾ, അവരെ നിരന്തരമായി അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതേ ഗൗരവം കൊടുത്തുകൊണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ കാണുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒറ്റ മറുപടി മാത്രമാണ് പറയാനുള്ളത്: വോട്ട് ബാങ്ക് രാഷ്ട്രീയം. കറക്റ്റാണ്. അതായത് തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപ്പട പവർ തെക്കേ ഭാഗം തുടങ്ങിയ തലക്കെട്ടോടെയാണ് ഈ ചിത്രങ്ങൾ അടങ്ങിയ ബാനറുകൾ ഇവർ തയ്യാറാക്കിയത്. എന്നിട്ട് അതിനോടൊപ്പം ചെണ്ടമേളവും മറ്റ് വാദ്യ ഉപകരണങ്ങളുടെയൊക്കെ ഒരു അകമ്പടി കൂടി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ആളുകളുടെ ആർപ്പുവിളി, അതായത് തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ കാണില്ലേ തിടമ്പേറ്റം, ആ രീതിയിലാണ് ഇത്തരം നേതാക്കളെയൊക്കെ ഉയർത്തി കാണിക്കുന്നത് പറയുന്നത് വളരെ വലിയ രീതിയിൽ അപലപനീയമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. കാരണം ഇതിലൂടെ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്നാണ്. ഇടതിൻ്റെ അർത്ഥം ഇസ്ലാം എന്നാണ്. ഇടതിന് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നാവ് പൊന്താൻ വേണ്ടിയിട്ട് ധൈര്യമോ നട്ടലോ ഇല്ല എന്ന കാര്യം വ്യക്തവും സുവ്യക്തവുമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കും പൊതു മനസാക്ഷിക്കും മനസ്സിലായിരിക്കുകയാണ്. ഇവർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭീഷണിയാണ്, തീവ്രവാദം തഴച്ചു വളരുന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അത് മാത്രമല്ലല്ലോ ഗൗതമേ, കോൺഗ്രസ് മറുഭാഗത്തില്ലേ? കോൺഗ്രസ് പോലും ഒരു അക്ഷരമുണ്ടെന്നല്ലോ. VT ബൽറാം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ MLA ആയിരുന്നില്ലേ? ഈ പറയുന്ന കോൺഗ്രസിന്റെയും VD സതീശന്റെയും പിന്നെ കെ സുധാകരന്റെയും നാവൊക്കെ എവിടെയാണ്? നാവൊക്കെ എന്ന് പറയുന്നത് സമസ്തയുടെയും APയുടെയും ഒക്കെ കാതിലാണുള്ളത്. സ്ത്രീയും പുരുഷനും കൂടി ഒരുമിച്ച് വ്യായാമം ചെയ്യരുത് എന്ന് ഫത്വ ഇറക്കുന്ന നാടാണിത്. ആ ഫത്വ കേട്ടുകൊണ്ട് ചിരിച്ചിരിക്കുന്ന ആളുകളുടെ നാടാണിത്. ഇത് എവിടുത്തെ മതനിയമമാണ്? ഞങ്ങളുടെ മതനിയമമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ പറയുന്ന നാടാണിത്. അത് മനസ്സിലാക്കണം. ഇവിടെ ഇന്ന് ഈ വിഷയത്തിൽ അടുപ്പൂട്ടി ചർച്ച ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഹിന്ദു തീവ്രവാദ സംഘടനയെ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾക്കെതിരാണെന്ന് പറയാറില്ല, അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ യഹിയ സിൻവറിനെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹസൻ നസ്രുള്ളക്കെതിരെയോ ലോകത്തെ തീവ്രവാദ സംഘടനകൾക്കെതിരെയോ പറയുമ്പോൾ അതെല്ലാം ഇസ്ലാമോഫോബിയാണ്. എല്ലാം ഇസ്ലാമോഫോബിയാണ്. ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു തോന്നിവാസം ചർച്ച ചെയ്തിരിക്കണം, അത് ഇസ്ലാമോഫോബിയാണ്. അത് ആരാണ് ആ ഇസ്ലാമോഫോബി ഈ നാട്ടിൽ പ്രചരണത്തിൽ കൊണ്ടുവന്നത്? അത് ഇടതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒപ്പം കോൺഗ്രസും. വേറൊരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കമിട്ട സാധനം ഈ സുഡാപ്പികൾ എടുത്തു പിടിച്ചു. ഇപ്പോൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് മീഡിയ വണ്ണും സുഡാപ്പികളും. തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യും. വേണമെങ്കിൽ ഇസ്ലാമോഫോബിയാണെന്ന് പ്രചരിപ്പിച്ച ഒരു ചുക്ക് സംഭവിക്കാൻ വേണ്ടി പോകും. തീർച്ചയായിട്ടും.